Next topic, matrix of a vector. Suppose V element of V and V1, V2, etc. Vn is a basis for the vector space V. The matrix of V with respect to this basis is an n by 1 matrix which is of the form column matrix C1, C2, etc. Cn, where the C1, C2, etc. Cn are the scalars such that V equal to C1, V1 plus C2, V2 plus etc. Cn, Vn. അപ്പോൾ ഒരു വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എങ്ങനെ എഴുതുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വെക്റ്റർ സ്പേസ് വി കൺസിഡർ ചെയ്യണോ, അതിൻ്റെ ഒരു ബേസിസ് ആയിട്ട് V1, V2 എക്സ്ട്രാ Vn എന്നുള്ളൊരു ബേസിസ് കൺസിഡർ ചെയ്യണം. ഓക്കെ, ദെൻ ഈ വിയിൽ നിന്ന് വേറൊരു വെക്ടർ വി എന്നുള്ളൊരു വെക്ടർ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ വി എന്നുള്ള വെക്ടറിനെ നമുക്ക് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റില്ല, കാരണം അത് ബേസിസ് ആയതുകൊണ്ട് സ്പാൻ ചെയ്യുന്നുണ്ട്. സോ ഇനി വെക്ടർ ഫ്രം വി ക്യാൻ ബി റിട്ടൺ ആസ് ദി ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് ബേസിസ് വെക്ടേഴ്സ്. സോ ആ വിനെ നമുക്ക് എങ്ങനെ എഴുതാം? സം C1, V1 പ്ലസ് C2, V2 പ്ലസ് എക്സ്ട്രാ Cn, Vn എന്ന് എഴുതാം. ദെൻ ഈ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സം എം ഓഫ് വി എന്നാണ്. ആ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സിനെ എം ഓഫ് വി എന്ന് ഡിനോട്ട് ചെയ്യും. അതെന്ന് പറയുന്നത് ഒരു കോളം മെട്രിക്സ് ആയിരിക്കും. കോളം മെട്രിക്സ് ഹാവിങ് ദി സ്കെയിലാസ് ഇൻ ദിസ് ലീനിയർ കോമ്പിനേഷൻ. നമ്മൾ ആ വി ഈക്വൽ ടു V1, V2 എക്സ്ട്രാ Vnൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതിയ ആ സ്കെയിലാസിനെ ഒരു കോളം മെട്രിക്സ്, ഇതാണ് n by 1 എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ n വെക്ടേഴ്സ് ഉള്ളതുകൊണ്ട് അത് n റോസും ഒരു കോളവും ഉള്ള മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് വെക്ടേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, V1 ഉം V2 എടുത്തിട്ടുള്ളെങ്കിൽ അതെന്താവും? 2 by 1 മെട്രിക്സ് ആയിരിക്കും. രണ്ട് റോയും ഒരു കോളവും മാത്രം ഉണ്ടാവും. അപ്പോൾ C1, C2 എന്ന് മാത്രം വരും. ഇപ്പോൾ ഇവിടെ n വെക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ആ സ്കെയിലാസിനെ ഒരു കോളം മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. C1, C2 എക്സ്ട്രാ Cn. ഇതാണ് ഒരു വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. The matrix of 2 minus 7x plus 5x3 with respect to the standard basis of P3 of R is, അതായത് ക്വസ്റ്റ്യൻ ആയിട്ടല്ല, ഞാനൊരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ P3 ഓഫ് ആർ എന്ന് പറയുന്നത് എന്താ? പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3 വരുന്ന ഒരു വെക്റ്റർ സ്പേസ്. ആ വെക്റ്റർ സ്പേസിൽ ഒരു വെക്ടറിനെ നമ്മൾ എടുത്തു. ഇപ്പോൾ ഈ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3ൽ വരുന്ന ഒരു വെക്ടർ അല്ലേ, വെക്ടർ എന്ന് പറയുമ്പോൾ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3 എന്ന് പറയുമ്പോൾ ആ വെക്റ്റർ സ്പേസിലുള്ളത് എന്താ? എല്ലാം പോളിനോമിയൽസ് അല്ലേ, എല്ലാം ഓരോരോ പോളിനോമിയൽസ് ആയിരിക്കും, അതായിരിക്കും ഓരോരോ വെക്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ വെക്റ്റർ സ്പേസിൽ P3 ഓഫ് ആർ എന്നുള്ള വെക്റ്റർ സ്പേസിൽ നിന്ന് ഒരു വെക്ടർ തന്നേക്കാണ് 2 മൈനസ് 7x പ്ലസ് 5x റേസ് ടു 3 എന്നുള്ളൊരു വെക്ടർ തന്നു. ഈ വെക്ടറിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു ദി സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് ദിസ് വെക്റ്റർ സ്പേസ്. ഈ വെക്റ്റർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ P3 ഓഫ് ആറിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് നോക്കുകയാണ്. P3 ഓഫ് ആർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 4 ആയിരിക്കും ആ വെക്റ്റർ സ്പേസിൻ്റെ. ആൻഡ് സ്റ്റാൻഡേർഡ് ബേസിസിലെ എലമെൻറ്റ്സ് വെക്റ്റേഴ്സ് ഏതൊക്കെയായിരിക്കും? 1, x, x സ്ക്വയർ, x റേസ് ടു 3. ഇനി എന്ത് ചെയ്യേണ്ടത്? ആ വെക്ടറിനെ നമ്മൾ എന്തായിട്ട് എഴുതണം? നമുക്ക് കണ്ടുപിടിക്കേണ്ട വെക്ടറിനെ ആ ബേസിസിൻ്റെ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കേണ്ട വെക്ടർ ലെഫ്റ്റ് സൈഡിൽ എഴുതി, സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ റൈറ്റ് സൈഡിൽ എഴുതി. പിന്നെ 4 വെക്ടേഴ്സ് സ്റ്റാൻഡേർഡ് ബേസിസിലുള്ളതുകൊണ്ട് നമ്മൾ 4 സ്കെയിലാസിന് ചൂസ് ചെയ്തു. C1, C2, C3, C4 എന്നുള്ള 4 സ്കെയിലാസിന് ചൂസ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ C1, C2, C3, C4ൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ജനറലായിട്ട് പറഞ്ഞുകൊണ്ടാണ് ആ C1, C2 എന്നുള്ള വാല്യൂസിനെ കോളം മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ആർബിട്രറി ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു സ്കെയിലാസാണ് C1, C2, C3, C4 എന്നുള്ളത്. അതിൻ്റെ വാല്യൂസ് എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് ആ ഇക്വേഷൻസ് തമ്മിൽ കോൺസ്റ്റൻറ്റിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക, എക്സിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എന്താ? C1 ആണ്. C1 വിത്ത് റെസ്പെക്ട് ടു, അതായത് C1 ഇൻറ്റു 1 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ്. ലെഫ്റ്റ് സൈഡിലെ കോൺസ്റ്റൻറ്റ് എന്താ? 2. സോ വി ഗെറ്റ് C1 ഈക്വൽ ടു 2. ഇനി എക്സിൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? C2 ഈക്വൽ ടു -7 എന്ന് കിട്ടും. ഇവിടെ C3 x സ്ക്വയറിനുണ്ട്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ x സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇല്ല, അതായത് x സ്ക്വയറിനുള്ള ടേം ഇല്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? 0 x സ്ക്വയർ എന്നാണ് മീനിങ്. സോ C3യുടെ വാല്യൂ എന്തായിരിക്കും? 0 എന്ന് വരും. അതുപോലെ x ക്യൂബിൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ C4ൻ്റെ വാല്യൂ എന്ത് വരും?
5 വരും. അപ്പോൾ നമ്മൾ C1 C2 C3 C4 എന്നുള്ള 4 സ്കെയിലാസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി അത് എന്ത് ചെയ്താൽ മതി, ഒരു കോളം മെട്രിക്സ് ആയിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ദാറ്റ് വിൽ ബി ദി മെട്രിക്സ് ഫോർ ദി ഗിവൺ വെക്റ്റർ. അപ്പോൾ കോളം മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 2 -7 0 4. C1 C2 C3 C4 എന്നുള്ള ഓർഡർ മാറിപ്പോവരുത്. അതുപോലെ തന്നെ താഴത്തോട്ട് ഒരു കോളമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഒരു വെക്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം മെട്രിക്സ് എന്ന് പറയുന്നത്, ഒരു വെക്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബ്ലം. Let V equal to ordered pair 2 5 with respect to the basis 1 0 0 1 of F2. F2 ഒരു വെക്റ്റർ കൺസിഡർ ചെയ്യാണ് 2 5. അതുപോലെ തന്നെ അതിന് സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് 1 0 0 1 എന്ന് പറയാം. അപ്പോൾ ഈ 2 5 എന്നുള്ള വെക്റ്ററിനെ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ, ഈ സ്റ്റാൻഡേർഡ് ബേസിസ് F2ൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എന്താണെന്നുള്ളത് നോക്കാനാണ് പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, 2 5 ഈക്വൽ ടു C1 × 1 0 പ്ലസ് C2 × 0 1 ബേസിസിലെ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, C1 C2 എന്ന് കിട്ടും. സോ വി ക്യാൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് C1 ൻ്റെ C2ൻ്റെ വാല്യൂ കിട്ടും. C1ൻ്റെ വാല്യൂ എന്താ 2 എന്ന് വരും, C2ൻ്റെ വാല്യൂ 5 എന്ന് വരും. സോ കറസ്പോണ്ടിങ് ആ മെട്രിക്സിന് കറസ്പോണ്ടിങ്, ആ വെക്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എന്ത് പറയും, ആ 2 5 എന്നുള്ളതിനെ കോളം മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ 2 5 എന്ന് താഴത്തോട്ട് എഴുതുക. ഒരു 2/1 ഓർഡറിലുള്ള മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു വെക്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യണത്. ഓക്കെ, സിമ്പിളായിട്ടാണ്. നമ്മൾ ജസ്റ്റ് ആ ബേസിസ് വെക്റ്റേഴ്സിനെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതുക. ആ ലീനിയർ കോമ്പിനേഷൻ സോൾവ് ചെയ്തിട്ട് സ്കെയിലാസിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനൊന്ന് കോളം മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഡെഫിനിഷൻ, ഓപ്പറേറ്റർ. ദി ലീനിയർ മാപ്പ്. A linear map from a vector space to itself is called an operator, and the notation L of V denotes for the set of all operators on V. In other words, L of V will equal to L of VB. അതായത് നമ്മളിപ്പോൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു ട്രാൻസ്ഫോർമേഷൻ ഫ്രം, ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ T ഫ്രം വെക്റ്റർ സ്പേസ് V ടു W. ഒരു ലീനിയർ മാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് മറ്റൊരു വെക്റ്റർ സ്പേസിലോട്ട് ഡിഫൈൻ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് ആ ലീനിയാരിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമ്മളതിനെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അത് ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് മറ്റൊരു വെക്റ്റർ സ്പേസിലോട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്. ഇനി അത് ലീനിയർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അതിനെ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ, ഇപ്പോൾ ആ ലീനിയർ മാപ്പ്, ഇപ്പോൾ L എന്ന് പറയുന്ന ഒരു ലീനിയർ മാപ്പ് ഡിഫൈൻ ചെയ്യുന്നത് ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് ആ വെക്റ്റർ സ്പേസിലോട്ട് തന്നെയാണെങ്കിൽ, ആ മാപ്പിംഗ് പറയുന്നത് ഫ്രം ദി സെയിം വെക്റ്റർ സ്പേസ് ടു ഇറ്റ് സെൽഫ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഓപ്പറേറ്റർ എന്നാണ്. ആ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ലീനിയർ ആണെങ്കിൽ നമ്മളതിനെ ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ സെയിം വെക്റ്റർ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അത് ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേറ്റർ എന്നാണ് ആ മാപ്പിങ്ങിനെ വിളിക്കുന്നത്. ലീനിയർ മാപ്പിങ്ങിനെ വിളിക്കുന്നത് ഓപ്പറേറ്റർ എന്നാണ്. ആൻഡ് ഡിഫറെൻറ്റ് വെക്റ്റർ സ്പേസ് ആകുമ്പോഴാണ് അത് ട്രാൻസ്ഫോർമേഷൻ ആയി മാറുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് L of V എന്നാണ്. L of V എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ, ആ ലീനിയർ മാപ്പ് ഡിഫൈൻ ചെയ്യുന്നത് വിയിൽ നിന്ന് വിയിലോട്ട് തന്നെയാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ L of V എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ലീനിയർ ആണ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഓപ്പറേറ്റർ എന്നോ അല്ലെങ്കിൽ ലീനിയർ ഓപ്പറേറ്റർ എന്നോ പറയാം. ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ലീനിയർ മാപ്പിംഗ് ഡിഫൈനിങ് ഫ്രം വെക്റ്റർ സ്പേസ് V ടു V. അതിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, സിമ്പിളായിട്ട് L of V എന്ന് ഡിനോട്ട് ചെയ്താലും L of V എന്ന് ഡിനോട്ട് ചെയ്താൽ, അതായത് V ടു Vയിലോട്ട് തന്നെയാണ് മാപ്പിംഗ് എന്നാണ് L of V കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ വെക്റ്റർ സ്പേസ് ടു ഇറ്റ് സെൽഫ് ആണ് ലീനിയർ മാപ്പിംഗ്. ആ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് മറ്റൊരു വെക്റ്റർ സ്പേസിലോട്ടായിരിക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഡിഫറൻസ് നോക്കിയിട്ടൊന്ന് നോട്ട് ചെയ്യാം. Then next one is a proposition. Suppose V is finite dimensional and T element of L of V, then the following are equivalent. നമ്മളൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ T എലമെൻറ്റ് ഓഫ് L of V എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ T എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അതൊരു ലീനിയാരിറ്റി കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ L എന്ന് പറയുന്ന ലീനിയർ മാപ്പ് ഡിഫൈൻ ചെയ്യുന്നത് V ടു Vയിലോട്ടാണെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ദെൻ നമുക്ക് 3 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ആ 3 കണ്ടീഷൻസ് T
ടി ഫ്രം വി ടു വി ആണ്. ടി ഫ്രം വി ടു വി എന്ന് പറയുന്നതാണ് ലീനിയർ ഓപ്പറേറ്റർ ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് 3 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ടി ഈസ് ഇൻവേർട്ടിബിൾ, ടി ഈസ് ഇൻജെക്റ്റീവ് ആൻഡ് ടി ഈസ് സർജക്റ്റീവ്. ഈ 3 കണ്ടീഷൻസ് നമ്മൾ ഇക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇക്വലൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അത് സർജക്റ്റീവ് ആയിരിക്കും, സർജക്റ്റീവ് ആണെങ്കിൽ അതിൽ ഇൻജെക്റ്റീവ് ആയിരിക്കും, ഇൻജെക്റ്റീവ് ആണെങ്കിൽ ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതായത് 3 കണ്ടീഷൻസും ഇക്വലൻ്റ് ആണെന്നാണ് നമുക്ക് കാണിക്കുക. ഒന്നെടുത്താൽ മറ്റേത് സാറ്റിസ്ഫൈ ചെയ്യുന്നു കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു റൊട്ടേഷൻ വേയിലാണ് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എ ഇംപ്ലൈസ് ബി, എ എടുത്തിട്ട് ബി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യും. ദെൻ ബി ഇംപ്ലൈസ് സി പ്രൂവ് ചെയ്യുക, അതായത് ബി എടുത്തിട്ട് സി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യും. ദെൻ സി ഇംപ്ലൈസ് എ, സി അസ്യൂം ചെയ്തിട്ട് എ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ 3 കണ്ടീഷൻസും പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഈ എ ബി സി എന്ന് പറയുന്ന കണ്ടീഷൻസ് എല്ലാം ഈക്വലൻ്റ് ആണ്. ഈ ഒരു മെത്തേഡിലാണ് ഈക്വലൻ്റ് കണ്ടീഷനിൽ വരുന്ന പ്രപ്പോസിഷൻസ് എല്ലാം പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കേസായിട്ട് നമ്മൾ എ ഇംപ്ലൈസ് ബി എന്ന് പറയുന്ന കേസാണ് എടുക്കുന്നത്. അത് എ എന്നുള്ള കണ്ടീഷൻ അസ്യൂം ചെയ്തിട്ട് ടി എന്നുള്ള കണ്ടീഷൻ ബി എന്നുള്ള കണ്ടീഷൻ പ്രൂവ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്താ? ടി ഈസ് ഇൻവേർട്ടിബിൾ. വി നീഡ് ഫസ്റ്റ് വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് എ ഇംപ്ലൈസ് ബി, ദാറ്റ് ഈസ് ടി ഇൻവേർട്ടിബിൾ ആണെന്ന് എടുത്തിട്ട് അത് ഇൻജെക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യും. സോ ലെറ്റ് ടി ഈസ് ഇൻവേർട്ടിബിൾ, ദെൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇറ്റ് ഈസ് ഇൻജെക്റ്റീവ് അല്ലേ. ടി ഇൻവേർട്ടിബിൾ എന്ന് പറയുമ്പോൾ അതെന്താ? ഇൻജെക്റ്റീവും സർജക്റ്റീവും ആയിട്ടുള്ള മാപ്പിങ്ങിനെയാണ് നമ്മൾ ഇൻവേർട്ടിബിൾ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടി എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്തായാലും ഇൻജെക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ ഒറ്റയടിക്കാൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, എ ഇംപ്ലൈസ് ബി. നെക്സ്റ്റ് കേസ് ബി ഇംപ്ലൈസ് സി. നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്? ടി ഈസ് ഇൻജെക്റ്റീവ് എന്ന് അസ്യൂം ചെയ്തിട്ട് സർജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, so we need to prove that T is surjective. We have, if T is നമ്മൾ അസ്യൂം ചെയ്യുന്നത് T ഇൻജെക്റ്റീവ് ആണെന്ന് അസ്യൂം ചെയ്തു. T ഇൻജെക്റ്റീവ് ആണെങ്കിൽ നൾട്ടിയുടെ വാല്യൂ എന്തായിരിക്കും? നൾട്ടി വിൽ ബി ഈക്വൽ ടു സെറ്റ് 0 ബൈ ദി പ്രപ്പോസിഷൻ. നമ്മളൊരു പ്രപ്പോസിഷൻ പഠിച്ചിട്ടുണ്ട്, T ഇൻജെക്റ്റീവ് ആണെങ്കിൽ നൾട്ടി വിൽ ബി ഈക്വൽ ടു സെറ്റ് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് നൾട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. Okay, then by the fundamental theorem of linear map, we have dimension of V equal to dimension of null T plus dimension of range T. അപ്പോൾ ഇവിടെ ഡയമെൻഷൻ ഓഫ് ഇതിൽ നിന്ന് ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടിയുടെ വാല്യൂ എന്ത് വരും നോക്കിയേ. ഈ ഡയമെൻഷൻ ഓഫ് നൾ ടീനെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്താൽ മതി. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വി മൈനസ് ഡയമെൻഷൻ ഓഫ് നൾ ടി എന്ന് കിട്ടി. ദെൻ ഡയമെൻഷൻ ഓഫ് നൾട്ടി ബൈ ഇക്വേഷൻ 1 നമുക്ക് എന്താ? 0 എന്ന് കിട്ടി. സോ ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്ന് കിട്ടി. അതായത് നമ്മളിപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ടി ഫ്രം വി ടു ഡബ്ല്യു ആണെങ്കിൽ നമ്മൾ എന്താ സർജക്റ്റീവ് ആണെന്ന് കാണിക്കാൻ പ്രൂവ് ചെയ്യാറ്? റേഞ്ച് ഓഫ് ടി ഈക്വൽ ടു ഡബ്ല്യു ആണെന്ന് കാണിക്കും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ടി എന്ന് പറയുന്നത് സർജക്റ്റീവ് ആണ്. നമ്മുടെ ഇവിടെ എന്താ? ലീനിയർ ഓപ്പറേറ്റർ അല്ലേ. അപ്പോൾ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അത് ടി ഫ്രം വി ടു വിയിലോട്ട് തന്നെയല്ലേ ഡിഫൈൻ ചെയ്തേക്കുന്നത്. സോ നമുക്ക് എന്ത് കാണിച്ചാൽ മതി? റേഞ്ച് ഓഫ് ടി ഈക്വൽ ടു വി എന്ന് കാണിച്ചാൽ മതി. സെക്കൻഡ് വെക്റ്റർ സ്പേസും വി തന്നെയല്ലേ. അപ്പോൾ റേഞ്ച് ഓഫ് ടി ഈക്വൽ ടു വി, ഇവിടെ ഡബ്ല്യുവിന് പകരം ഇവിടെ വി തന്നെയാണ്. അപ്പോൾ റേഞ്ച് ഓഫ് ടി ഈക്വൽ ടു വി എന്ന് കിട്ടിയ അതിൻ്റെ മീനിങ് എന്താ? ആ ടി എന്ന് പറയുന്നത് ആ മാപ്പിംഗ് സർജക്റ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്ന് കിട്ടി, വിച്ച് മീൻസ് ദാറ്റ് റേഞ്ച് ടി ഈസ് ഈക്വൽസ് വി. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ടി ഈസ് ഇൻജെക്റ്റീവ്. സോ ബി ഇംപ്ലൈസ് സി എന്നുള്ള കണ്ടീഷനും പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് സി ഇംപ്ലൈസ് എ എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ സി എന്ന് പറയുന്നത് കണ്ടീഷൻ എന്തായിരുന്നു? ടി സർജക്റ്റീവ് ആണെന്ന് എടുക്കുക. ഫസ്റ്റത്തെ കണ്ടീഷൻ എ എന്ന് പറയുന്ന കണ്ടീഷൻ പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് വി നീഡ് ടു പ്രൂവ് ദാറ്റ് ടി ഈസ് ഇൻവേർട്ടിബിൾ. അപ്പോൾ ഇൻവേർട്ടിബിൾ ആവാനുള്ള കണ്ടീഷൻ എന്താ? സർജക്റ്റീവോ ആയിരിക്കണം, ഇൻജെക്റ്റീവോ ആയിരിക്കണം. അപ്പോൾ സർജക്റ്റീവ് ഓൾറെഡി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്തും കൂടി പ്രൂവ് ചെയ്താൽ മതി. ഇൻജെക്റ്റീവ് ആണെന്നും കൂടി പ്രൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതെന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻജെക്റ്റീവ് ആണെന്ന് കാണിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇൻജെക്റ്റീവ് ആണെന്ന് കാണിക്കാനായിട്ട് എന്ത് കാണിച്ചാൽ മതി? നൾ ടി ഈക്വൽ ടു സെറ്റ് 0 എന്ന് കാണിച്ചാൽ പോരെ. നൾ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് സെറ്റ് 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് നൾ ടി എന്ന് പറയുന്നത് സെറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദി മാപ്പിംഗ് ടി വിൽ ബി ഇൻജെക്റ്റീവ്. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ടി ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കാം. നൗ സിൻസ് ടി ഈസ് സർജക്റ്റീവ് വി ഹാവ് റേഞ്ച് ടി ഈസ് ഈക്വൽസ് വി. നമ്മൾ നേരത്തെ എടുത്തത് റേഞ്ച് ടി ഈക്വൽസ് വി ആയതുകൊണ്ട് നമ്മൾ സർജക്റ്റീവ് എന്ന് പറഞ്ഞു. അപ്പോൾ സർജക്റ്റീവ് അസ്യൂം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? റേഞ്ച് ടി വിൽ ബി ഈക്വൽ ടു വി. ഇവിടെ വി എന്ന് പറയാൻ കാരണം ഡബ്ല്യു അല്ല, വി ടു വിയിലോട്ട് തന്നെ ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ടാണ്.
So we can say that dimension of range T equal to dimension of V എന്ന് പറയാൻ പറ്റും. Then by the fundamental theorem of linear map, we have dimension of V equal to dimension of null T plus dimension of range T. അതിൽ നിന്ന് dimension of null T യുടെ വാല്യൂ എന്ത് വരും? dimension of V minus dimension of range T. നമ്മുടെ ലാസ്റ്റ് ഇവിടെ അസ്യൂം ചെയ്തേക്കുന്നത് എന്താ? dimension of range T is equal to dimension of V. So we get dimension of V minus dimension of range T equal to 0. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഡിഫറൻസ് എടുക്കുമ്പോൾ 0 കിട്ടും. Thus we get dimension of null T equal to 0, which means that null T equal to set 0. null T equal to set 0 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? T എന്ന് പറയുന്നത് ഇൻജെക്റ്റീവ് ആണ്. So we get T is injective and surjective. So we can say that T is invertible. Thus C implies A. So we can say that the given three conditions in the proposition are equivalent.